സാർ ഗുഡ് മോർണിംഗ്. ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള ചില ആക്ഷേപങ്ങൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിന് കുറച്ചുകൂടി വിശ്വാസ്യത, ആധികാരികത വരികയാണ്, പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടുകയാണ്. ഈ വിഷയത്തിൽ ക്രിമിനൽ നടപടികളിലേക്ക് അല്ല അന്വേഷണത്തിലേക്ക് നേരിട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അതായത് നമ്മുടെ സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചില സംഘടനകളുടെ ആവശ്യമായിരുന്നു അത് പരിശോധിച്ചൊരു പരിഹാര നടപടി ഉണ്ടാകണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1/7/2017 ഇങ്ങനൊരു കമ്മിറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചത്. ഈ കമ്മിറ്റി 31/12/2019 റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ജസ്റ്റിസ് ഹേമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു രഹസ്യ റിപ്പോർട്ടായി സൂക്ഷിക്കണം. അപ്പോൾ ഗവൺമെൻറ് മുമ്പുള്ള ആ ഒരു നിർദ്ദേശമാണ്. എന്നാൽ അതിൽ പറഞ്ഞിട്ടുള്ള നിഗമനങ്ങളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. അങ്ങനെ മുൻകൈ എടുക്കണമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ ജസ്റ്റിസ് ഹേമയുടെ അഭിപ്രായപ്രകാരം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു കൊടുക്കാൻ കഴിയില്ല, എന്നാൽ അതിൻ്റെ നിർദ്ദേശങ്ങളും നിഗമനം നടപ്പിലാക്കണമെന്നുള്ളൊരു സ്റ്റാൻഡാണ് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പോൾ ചില ആളുകൾ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഈ കാര്യം ഉന്നയിച്ചു. അവർക്ക് അതിൻ്റെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടു. 22/10/2020 അന്നത്തെ വിവരാവകാശ കമ്മീഷൻ ആ നിയമപ്രകാരം ഇതൊരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. അതുകൂടി അത് അടഞ്ഞൊരു അധ്യായമായി. പല ആളുകളും പിന്നീട് ഇത് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നമ്മളല്ലാതെ കസ്റ്റോഡിയൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആളാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. അവരുടെ അടുക്കൽ ആവശ്യപ്പെട്ടെങ്കിൽ ഇതൊന്നും ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത തടസ്സമായി വന്നു. പിന്നാണ് ഈ വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5/7/2024 ഇപ്പോൾ ഒരു കമ്മീഷൻ്റെ മുമ്പാകെ ഹർജി കൊടുക്കുന്നത്. അതിന്മേലാണ് കമ്മീഷൻ ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപം ഒഴിച്ചുള്ള ഭാഗങ്ങൾ പുറത്തു വിടണമെന്ന് പറയുന്നത്. അതിനെതിരായിട്ട് ഹൈക്കോടതി ഒരു ആൾ പോയി, ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് ശേഷം ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിടുകയും ചെയ്തു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിട്ട് അതിൻ്റെ തീരുമാനപ്രകാരം അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അത് പുറത്തുവിടുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു നാൾ വഴി. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മൊത്തത്തിൽ മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആർക്കും ഇത് വായിക്കാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ള മൊത്തം കാര്യങ്ങളുടെ വിശദാംശം ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഇത് സീൽ ചെയ്ത് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോയി. അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളുടെ ആരുടെ മുമ്പിലേക്ക് ഈ കാര്യം വന്നില്ല. അവർ എന്താ ഇതിനകത്ത് പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപ്പിലാക്കുക. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പായി ഹൈക്കോടതിയിൽ പോയ ആളുടെ ആവശ്യം എന്താ? ഈ മൊത്തം മൊഴിയും ഡീറ്റെയിൽസും വേണം. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും എങ്ങനെ നടപ്പാക്കാൻ പറ്റും? ഞാനിപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു, ഞങ്ങളത് ഡിസ്കസ് ചെയ്തു. ഈ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ചില കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വിഷയമാണ്. പക്ഷെ ആര് എന്ത് എന്നുള്ളത് അതിനകത്തില്ല. അതിന് വേണ്ട ട്രൈബ്യൂണൽ വേണം എന്ന് പറയുന്നത് നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. കാരണം നിലവിലുള്ള നമ്മുടെ ഭരണഘടന പ്രകാരം, നമ്മുടെ നിയമസംഹിത പ്രകാരം സുപ്രീം കോടതി മുതൽ താഴെയുള്ള കോടതി വരെ നമുക്കിങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ നമുക്ക് അറിവ് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും, നിയമ നടപടിക്ക് വിധേയമാക്കാം. എന്നാൽ ഇതിനൊരു പ്രത്യേകമായ സംവിധാനം വേണം എന്ന് പറയുമ്പോൾ ആ പ്രത്യേകമായ സംവിധാനം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നിയമപ്രശ്നമാണ്. അത് ഒരു മന്ത്രിക്കോ ഒരു വ്യക്തിക്കോ ചെയ്യാൻ കഴിയുന്നതല്ല. അത് ഗവൺമെൻറ് കൂട്ടായി ആലോചിക്കണം, നിയമവകുപ്പിൻ്റെ അംഗീകാരം വേണം, നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിപ്രായങ്ങൾ കേൾക്കണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ആ ഭാഗം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇത് മാധ്യമങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല പല സ്ഥലത്തും. ഷൂട്ടിംഗ് സെൻറ്ററിൽ വേണ്ട ഫെസിലിറ്റീസ് ഇല്ല, അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളില്ല, ഭക്ഷണം കിട്ടുന്നില്ല. ഇതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടവരുമായി പല റൗണ്ട് ചർച്ച ചെയ്തു. ഇപ്പോൾ WCCയുടെ ഒരു മാഡം ഇന്നലെ പറയുന്നത് കേട്ടു, മന്ത്രി വിളിച്ചൊരു യോഗം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ യോഗത്തിൽ നിന്ന് എല്ലാവരും പോയി. ഇങ്ങേറ്റം തെറ്റാണ് പറയുന്നത്.
അവർക്ക് വേറെ എന്തെങ്കിലും സിനിമയ്ക്കകത്ത് ഇന്നറായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് അവിടെ തമ്മിൽ തീർക്കുക. നമ്മുടെ മന്ത്രി അല്ലെങ്കിൽ വകുപ്പിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അവരെ പിന്നെ വനിതാ കമ്മീഷനാണ് യോഗം വിളിച്ചത്. വനിതാ കമ്മീഷൻ എൻ്റെ അടുക്ക പറഞ്ഞു മിനിസ്റ്റർ കൂടി പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഉദ്ഘാടന സെക്ഷൻ ഉണ്ടാവും. ഉദ്ഘാടന സെക്ഷന് ശേഷം വനിതാ കമ്മീഷൻ അവരുടെ മൊഴിയെടുക്കുകയാണ് ട്രിവാൻഡ്രത്ത്. എന്നാൽ WCC ബന്ധപ്പെട്ട് അവരുടെ മുഴുവൻ പ്രധാനപ്പെട്ടവരെ ഞാൻ വിളിച്ചിരുത്തി മണിക്കൂറിൽ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്, നിഷേധിക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ ഓരോരോ താല്പര്യങ്ങൾ കാണും. ആ താല്പര്യങ്ങൾ വേറൊരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് അവർ വർത്തമാനം പറയരുത്. നമ്മുടെ മുമ്പുള്ള പ്രശ്നം എന്താ, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനായിട്ട് നിർമ്മാതാക്കളുടെ യോഗം ഞാൻ വിളിച്ചു, സംവിധായകരുടെ യോഗം വിളിച്ചു, സിനിമയിലെ ലൈറ്റ് ബോയിയുടെ സംഘടന മുതൽ സിനിമയിലെ അമ്മയുടെ ഭാരവാഹികൾ വരെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. എന്താണ് ഈ വിഷയങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ, 24 നിർദ്ദേശമുണ്ട്, നമുക്ക് എങ്ങനെ നടപ്പാക്കും. അവർ കുറേ നല്ല സജഷൻസ് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന സിനിമ മേഖല കേരളത്തിലെ വലിയൊരു ഇൻഡസ്ട്രിയാണ്, 10,000-കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ഇൻഡസ്ട്രിയാണ്. അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു പ്രശ്നം ലാഘവത്തോടാണോ കൈകാര്യം? ഞങ്ങളുടെ ലാഘവത്തോടല്ല, വളരെ പ്രാധാന്യത്തോടെ ഞങ്ങൾ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ പ്രാധാന്യത്തോടെ നമ്മളിത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് അവസാനത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായി. നമ്മുടെ KSFDC ചെയർമാൻ, അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ. അത് ഒരു ഫൈനൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി 2 മാസത്തിനുള്ളിൽ ഒരു കോൺക്ലേവിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ആ കോൺക്ലേവ് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള 24 അല്ലെങ്കിൽ 20 നിർദ്ദേശങ്ങൾക്ക് ഓരോന്നിനും വ്യക്തമായ പരിഹാരം എങ്ങനെയാണ് കാണുന്നത്. അതിന് ഒന്നുകൂടി ഈ മേഖലയുള്ള എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്ത് 3 ദിവസത്തെ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്നിൽ ഈ സ്ത്രീ വിഷയത്തിലടക്കം കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലയളവിലുണ്ടായ സംഭവങ്ങളൊക്കെ മറന്ന് നമുക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്നുള്ളതാണോ? അല്ല, സ്ത്രീ വിഷയം സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2021 ഞാൻ മന്ത്രിയായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമാ മേഖലയിൽ ഒരാളുടെ പരാതി എൻ്റെ വന്നിട്ടില്ല. എനിക്കെങ്ങനെ വരാതെ പരാതി ഉണ്ടെന്ന് പറയാൻ പറ്റുന്നു? മലയാള സിനിമയിലെ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളത് എത്ര മാന്യമായി പ്രവർത്തിക്കുന്ന എത്രയോ സിനിമ മേഖല ആളുകളുണ്ട്, എത്ര മാന്യന്മാരുണ്ട്. എല്ലാവരും അങ്ങനെയാണോ? ഒറ്റപ്പെട്ട എന്തെങ്കിലും കേസുകളാണ് ഇതെന്ന് ഞാൻ പറയുന്നില്ല. ആ കേസുണ്ടെങ്കിൽ അവർ നമ്മുടെ പരാതിയുണ്ട്. അവർ കോടതിയെ സമീപിക്കാം, സർക്കാരിനെ സമീപിക്കാം. സർക്കാരിനെ സമീപിച്ചിട്ട് ഞാൻ തന്ന പരാതിയിൽ നടപടി എടുത്തില്ല പറയട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. സർക്കാർ നിയോഗിച്ച കമ്മീഷന് മുൻപാകെ തെളിവുകൾ കൊടുത്തു. വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്, സ്ക്രീൻഷോട്ടുകളുണ്ട് സന്ദേശത്തിൻ്റെ. ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയുന്നു, എനിക്കറിയില്ല. ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നു, നമ്മൾ കണ്ടിട്ടില്ലോ. കണ്ടത് വിവരാവകാശ കമ്മീഷൻ മാത്രമാണ്. വിവരാവകാശ കമ്മീഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പുറത്തു കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റിക്കാരെ കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ മുമ്പിൽ വന്നിപ്പോൾ ഹൈക്കോടതിയിലാണ് പോയത്. ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നിട്ടില്ല, ഞങ്ങൾക്ക് അത് വായിക്കാനും പറ്റിയിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ തരട്ടെ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഇവർക്ക് ആർക്കും വേണ്ടി നിയമ നടപടിക്ക് ആവശ്യപ്പെടാൻ പറ്റും. ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലേക്ക് ഇത് വന്നിട്ടില്ലെന്ന് പറയാൻ കാര്യം, ഇത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോയി. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ കാര്യം ഈ ജസ്റ്റിസ് ഹേമ ഇത് പുറത്തു വിടരുതെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോകുന്നത്. വിടരുത് എന്ന് ജസ്റ്റിസ് പറയുമ്പോൾ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനുണ്ട്. 4.5 വർഷം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതാണ് നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ചോദ്യമാണ്. കോൺട്രവേഴ്സിക്ക് വേണ്ടിയാണ് ഈ ചോദ്യം. 4.5 വർഷത്തിൽ ഒരു ദിവസം പോലും ഞങ്ങളുടെ മുമ്പിൽ ഇത് വന്നിട്ടില്ല. കാരണം SPIO എന്ന് പറയും, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഇവരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അത് സീൽഡ് ചെയ്ത് സർക്കാർ അവരെ ഏൽപ്പിക്കുന്നു. സർക്കാർ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഇതിനകത്ത് പല മൊഴികളും ഉണ്ട്, പുറത്തുവിടാൻ പാടില്ല. 6 മാസം കഴിയുന്നതിനുള്ളിൽ ഈ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ ഒരാൾ ഹർജി കൊടുക്കുന്നു. ആ ഹർജിയിന്മേൽ അന്ന് തീരുമാനം എടുക്കുന്നു, വിൻസെൻ്റ് പോളാണ് തോന്നുന്നു, അന്ന് ഹർജി തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ഇപ്പോൾ ഞാനിപ്പോൾ 2024 വീണ്ടും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് പുറത്തു വിടാം. ഞങ്ങളുടെ ഇതില്ലല്ലോ. അപ്പം സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഈ മൊഴികൾ വന്നിട്ടില്ല. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഈ മൊഴികൾ വന്ന് പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് വന്നില്ല. കാരണം ആദ്യം തന്നെ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോയാൽ അത് സർക്കാരിൻ്റെ തെറ്റായിട്ട് അത് വരത്തുള്ളൂ. പിന്നെന്താണ് അതിനകത്ത് ചെയ്തത്? ഈ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു വിവരം, നിഗമനങ്ങളും നിർദ്ദേശങ്ങളും. കാരണം നമുക്ക് മൊഴി ആവശ്യമില്ല. കാരണം മൊഴി പല ആളുകൾ മൊഴി കൊടുക്കുന്നു. ആ മൊഴി കൊടുത്തവർക്ക് വേണമെങ്കിൽ പോലീസ് മൊഴി കൊടുക്കാം. ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് വേണമെങ്കിൽ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ കോടതി കൊടുക്കാം. ആർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ഞങ്ങളുടെ മുമ്പിൽ മൊഴി വന്നിട്ടില്ല, ജസ്റ്റിസ് ഹേമയുടെ മുമ്പിലാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിർദ്ദേശങ്ങളിന്മേലാണ് നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നത്. ഗവൺമെൻറ്റിനും അത് പോളിസി മാറ്ററാണ്. ഈ പരാതിക്കാരായിട്ടുള്ള നിരവധി ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ആളുകൾക്ക് പരസ്യമായി
ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇപ്പം മൊഴി കൊടുത്ത ആളുകളുടെ ആണെങ്കിൽ പോലും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് കമ്മീഷൻ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ അത്തരം പരാതിക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്താണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്? അല്ല, നമ്മളിപ്പോൾ ഒരു വ്യക്തി തരുന്ന ഒരു പരാതിക്ക് നമ്മുടെ നിയമ സംഹിത അനുസരിച്ച് അവർ തന്ന പരാതിയിന്മേൽ കേസെടുത്ത് നടപടി സ്വീകരിക്കാം. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിനെ സമീപിക്കാം, പോലീസിനെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. യാതൊരു ബുദ്ധിമുട്ടില്ല. ഗവൺമെൻറ് അവരുടെ ഒപ്പമാണ്, ഇരയോടൊപ്പമാണ്, ഒരു സംശയം വേണം. രണ്ടാമത്തെ ഭാഗം, പൊതുനിഗമനങ്ങളുടെ ഭാഗമായി ഇവർ പറഞ്ഞിട്ടുള്ള പൊതുവായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഷൂട്ടിംഗ് കേന്ദ്രങ്ങൾ സുരക്ഷിതത്വമില്ല അടക്കമുള്ള പ്രശ്നങ്ങളിൽ പൊതുവായ ഒരു ലൈസൻസ് ആവശ്യം. എല്ലാ സെൻ്ററുകളും അങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ മാന്യമായി നന്നായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഷൂട്ടിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയെ തന്നെ ഞാൻ പറയും, ഇപ്പോൾ WCCയിലുള്ള വനിതകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ആ വനിതകളെപ്പോലുള്ള വനിതകൾ അമ്മയിലുണ്ട്. 300-ഓളം മലയാള സിനിമയിലെ അഭിനേത്രികൾ വനിത അമ്മയിലുണ്ട്. അവർക്ക് കംപ്ലയിൻ്റ് ഇല്ല, അവർ കംപ്ലയിൻറ്റ് പറയുന്നില്ല. അപ്പം കംപ്ലയിൻ്റ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, അത് അവർ തെളിവ് തരട്ടെ. തെളിവില്ലാതെ നമുക്കിപ്പോൾ ഒരാൾ കംപ്ലയിൻറ്റ് പറയാത്തൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിടാൻ പറ്റില്ല. പിന്നെ ചെയ്യേണ്ടത് ജസ്റ്റിസ് ഗാമ ചൂണ്ടിക്കാണിച്ച പൊതുപ്രശ്നങ്ങളാണ്. കാരണം ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ അവരെ ആക്രമിക്കപ്പെടുന്നു, തീർച്ചയായിട്ടും നടപടിയെടുക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാകും. ഷൂട്ടിംഗ് സെൻ്ററുകളിൽ എല്ലാവർക്കും സ്വസ്ഥമായി സമാധാനപരമായി സേഫായി അവർക്ക് അവരുടെ അഭിനയ രംഗത്തോ അല്ലെങ്കിൽ അവരുടെ കലാപ്രവർത്തനം നടത്താനുള്ള അവസരം ഉണ്ടാകും. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇത്രയും സംഘടനകളുമായി സംസാരിച്ചിട്ട് അവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ വനിതകളെ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കണോ അല്ല അങ്ങനെ ചെയ്യണം, അങ്ങനെയല്ല. അവരെല്ലാം പറഞ്ഞേക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട്, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ്. അതൊരു കൂട്ടായ പ്രശ്നമായിട്ട് നമ്മളിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രി താഴ്ന്നു പോകും. കേരളത്തിലെ എല്ലാ സിനിമാക്കാരും എല്ലാവരും ഇങ്ങനെ എല്ലാം കുഴപ്പക്കാരാണ്, ഫ്രോഡുകളാണ്. അവിടെ ഒരു സ്ത്രീക്ക് അഭിനയിക്കാൻ പറ്റില്ല, അവിടെ ആരും എന്തായാലും പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വലിയൊരു ഇൻഡസ്ട്രിയാണ്, 10,000-കണക്കിനാണ് ജീവിക്കുന്ന മേഖലയാണ്. അങ്ങനെയുള്ള പരാതികളുടെ ഗവൺമെൻറ് മുമ്പ് വരും, നിയമത്തിന് മുമ്പ് വരും. ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ഞാൻ ഒറ്റപ്പെട്ട ഒരു സിനിമാടി ആക്രമിച്ച കേസിൽ എന്തായിരുന്നു ഗവൺമെൻറ് നിലപാട്? ഒരു കേസ് നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഗവൺമെൻറ് എടുത്ത നിലപാട് എന്താ? വിട്ടുവീഴ്ച വരെ ചെയ്തു. അത് ഏത് ഉന്നതനാണെന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതൊരു ഭാഗം. പൊതുവായി അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇടപെട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് മാധ്യമങ്ങൾ ആ കാര്യത്തിൽ സഹകരിക്കണം, ഈ മേഖല പ്രവർത്തിക്കുന്നവർ സഹകരിക്കണം. ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ ക്ലിയർ കട്ടാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് നല്ല പ്രൊട്ടക്ഷൻ, സംരക്ഷണം നമ്മുടെ സഹോദരിമാരാണ്, അവർ കൊടുക്കണം. ഒരു സംശയം വേണ്ട. ആ കാര്യത്തിൽ 100% ഈ പറഞ്ഞ റിപ്പോർട്ടിനോടൊപ്പമാണ് ഞങ്ങൾ, പൊതു കാഴ്ചപ്പാടിനൊപ്പമാണ്. അതനുസരിച്ചുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കമ്മീഷന്റെ മുൻപാകെ വന്നിട്ടുള്ള പരാതികൾ, തെളിവുകൾ, അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതിലേക്ക് പ്രത്യേകിച്ചൊരു ബാഡ് ടച്ച് പോലും ഉണ്ടായാൽ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്രയും തെളിവുകൾ വന്നതിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് തടസ്സമുണ്ടോ? ഞാൻ ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലും റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മനസ്സിലായത് പറയാം. കാരണം ഇത് സംബന്ധിച്ചുള്ള ഈ നിർദ്ദേശങ്ങൾ നിഗമനം വന്നപ്പോൾ ഇതിൻ്റെ ആ ഭാഗത്തുള്ളത് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ വ്യക്തിപരമായ ആരെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയത് അഭിപ്രായം, അറിവ്. വ്യക്തിപരമായ പേരെടുത്ത് പരാമർശിക്കാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റും. ഒന്നുകിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് അവരുടെ മുമ്പിൽ കൊടുത്ത മൊഴി പോലീസ് കൈമാറാം. അത് ഇന്ത്യൻ ആളുകളെ പറ്റി ഇങ്ങനെ പരാതി തന്നിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തിട്ടില്ല. അവരൊരു റിപ്പോർട്ടാക്കിയിട്ട് ഒരു പൊതു സ്വഭാവത്തിൽ സർക്കാരിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ സർക്കാർ അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിനകത്ത് എന്തോ രഹസ്യ സ്വഭാവം ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന വിവരാവകാശ കമ്മീഷൻ പറയുന്നത് പുറത്തുവിടാൻ പാടില്ല. സർക്കാരിൻ്റെ അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗം വളരെ ക്ലിയറാണ്. ഞാൻ ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ സർക്കാർ 4-5 വർഷം പൊതിഞ്ഞു വെച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പല മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടും മനസ്സിലാകാഞ്ഞിട്ടല്ല, മനസ്സിലായിട്ട് കയറി ഒരു രാഷ്ട്രീയപരമായ ചൊറിച്ചിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർക്കാരിൻ്റെ ഭാഗം 100% പെർഫെക്റ്റായിട്ട് കയറിയിരിക്കുന്നത്. പിന്നെ സർക്കാർ ഏറ്റവും നന്നായി ഇത് കൈകാര്യം ചെയ്യുന്ന കാരണം ഗുണം എന്താ? ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പുറത്ത് പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ പുറത്ത് പോകരുത്. പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഗവൺമെൻറ് സ്റ്റാൻഡ് എന്തായിരുന്നു ഞാൻ വിശദമായി പറഞ്ഞല്ലോ. പുറത്ത് പോകുന്നത് ഞങ്ങൾ ഇതല്ല, ഏത് സംഗതി പുറത്ത് വരട്ടെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൊഴികളിൽ ആരെയെങ്കിലും വ്യക്തിപരമായി പരാമർശിച്ചിട്ടുണ്ടെന്നുള്ളത് ബന്ധപ്പെട്ട SPIയെ പരിശോധിക്കേണ്ടത്. അവർ പരിശോധിക്കട്ടെ.
അങ്ങനെ പരിശോധിച്ചിട്ട് അവർക്ക് റിപ്പോർട്ട് ഗവൺമെൻറ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും, കാരണം ഇതിൻ്റെ സ്റ്റീലിൽ ചെയ്തിട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ. അവരത് പരിശോധിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വ്യക്തിപരമായി ഇന്ന ആളിനെ ഉപദ്രവിച്ചു എന്ന് വന്നാൽ നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. നിയമപരമായി പരിശോധിച്ചിട്ട് അക്കാര്യം കൈകാര്യം ചെയ്യാനാണ് അന്നേരം നമുക്ക് നോക്കാം. ആ കാര്യമാണ്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ്. മറച്ചുവെക്കാൻ ഒന്നും തന്നെയില്ല. പരാതിക്കാരായിട്ട് ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് സർക്കാരിനെ സമീപിക്കാവുന്നതാണ്. രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകും. റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പരിശോധിക്കാൻ സർക്കാർ പ്രതിനിധികൾക്ക്, മന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങളോ നിഗമനങ്ങളോ റിപ്പോർട്ടിൽ ഇല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുതന്നെയാണ് തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനുള്ള തടസ്സമായി മന്ത്രി വ്യക്തമാക്കുന്നത്.